നമ്മൾ ചെയ്ത വർക്കിൻ്റെ പൈസയാണ് ചോദിക്കണം, ഒരിക്കലും കടം ചോദിക്കുന്നതല്ല. കടം ചോദിക്കും പോലെയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യണം. അപ്പോൾ ഞങ്ങളിത് വരത്തില്ല എന്ന് പറഞ്ഞു. അത് പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ടില്ല, കൺട്രോളർക്ക് ഇഷ്ടപ്പെട്ടില്ല. പേയ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും ചേട്ടാ? ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അർഹതയില്ലാത്തൊരു സാധനം നമുക്ക് തരുന്നത് പോലെ ഒരു ഫീലാണ്. ഈ പ്രശ്നങ്ങൾ വന്നതൊന്നും ശ്യാമാമ്പരത്തിന്നോ മാമിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും അല്ല. കാരണം ഒരു കമ്പനി സ്നേഹ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി പിന്നെ സ്നേഹ വിളിക്കില്ല. ഈ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്തൊരു ഇൻഡസ്ട്രിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് അവിടെ പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ആരോട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്നേഹം അറിഞ്ഞുകൊണ്ട് ഒരു മന്ദബുദ്ധി കളിക്കുന്നതാണ്. ചേട്ടാ എനിക്ക് അവിടെ ഒരു മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതൊക്കെ നമുക്കൊക്കെ അറിയാം. ഉണ്ടാക്കാണ്ട് പോലും ഓരോന്നും കേൾക്കുമ്പോൾ അറിയാൻ ചേട്ടാ. ഞാൻ MBA കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയതാ. എനിക്ക് ICICI ബാങ്കിൽ ആറമായിട്ട് കിട്ടിയതാണ്. 2 വർഷമാണ്. 2000 പ്രശ്നങ്ങളാണ് സ്നേഹയുടെ പറയുള്ളത്. ചേട്ടാ ഏറ്റവും കൂടുതൽ ചെയ്തത് ശരിക്കും വില്ലത്തി വേഷങ്ങളാണ്, നെഗറ്റീവ് റോൾസ് അല്ലേ? ശരിക്കും ശ്യാമാമ്പരത്തിലെ കൊച്ചു വില്ലത്തിയാണ്. എല്ലാരും ചീത്ത വിളിച്ചിട്ടല്ലേ പോയത്? നിന്നെ കൊണ്ട് പറഞ്ഞിട്ടല്ലേ പോയത്? ഇതൊന്നുമില്ലല്ലേ? നല്ല ലൊക്കേഷൻ കണ്ടിട്ട് നല്ല ഫുഡാണ്. എവിടെ പോകുന്നത്? ഹോട്ടലിലാ? നിന്റെ ഒന്നും ഒരു സീരിയൽ നമുക്ക് വേണ്ട, ഞാൻ പോവടാ, എന്റെ പിടി അവിടെയാണ് പറഞ്ഞിട്ടല്ലേ പോയത്. രേണുസുതിയൊക്കെ പ്രതീക്ഷ പോയി. ഓക്കെ പക്ഷെ വേണ്ട, ഞാൻ ഒരുപാട് മാറി ഇപ്പം. നമസ്കാരം. സിനിമാ തക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥി സൂര്യ TV-യിൽ സംപ്രേഷണം ചെയ്യുന്ന ശ്രീമൂകാംബിക എന്ന സീരിയലിലെ അഖില എന്ന കഥാപാത്രം ചെയ്യുന്ന സ്നേഹ സുരേന്ദ്രൻ. സ്നേഹ, നമസ്കാരം. നമസ്കാരം ചേട്ടാ. എന്താണ് വിശേഷം? എന്താണ് വിശേഷം? എന്തിനത്ര പേടി? എന്തിനാണ്? ഫസ്റ്റ് ഇന്റർവ്യൂ. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? അതെ. ഓക്കെ. എവിടുന്ന? ലൊക്കേഷൻ വരുവാണോ? അല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരാം. ഭയങ്കര തിരക്കല്ലേ സീരിയല്? മറ്റേ ആഡ് ഷൂട്ട്, പിന്നെ എന്താണ് ഇൻസ്റ്റാഗ്രാം കൊളാബ്, ഫുൾ ടൈം ബിസി അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഫണ്ടൊക്കെ അങ്ങോട്ടാ എവിടെ കൊണ്ടുവിടുക? ഇത് നെഞ്ചെടുപ്പ് എനിക്ക് കേൾക്കാം. വന്നപ്പോൾ പോലെ പേടിയാണല്ലോ. എന്ത് പറ്റി? ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ ചേട്ടാ, അപ്പം അറിയില്ല എങ്ങനെ എന്താ ഏതാണെന്നൊന്നും. അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അത് ഒന്നുമില്ല, നമ്മളെല്ലാവരും അടിപൊളിയാണ്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ, കുട്ടികൾ, ഈ ചെറുപ്പക്കാരായാലും പെൺകുട്ടികളാണൊക്കെ ഒരു ചാൻസിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൽ കുറച്ച് പേർക്ക് ഒരു ഭാഗ്യം കിട്ടിയ കുറച്ച് പേർക്ക് അവസരം കിട്ടുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു ഭാഗ്യശാലിയാണ് സ്നേഹ അല്ലേ? ആ ഭാഗ്യം സ്നേഹയ്ക്ക് ജീവിതത്തിൽ തുണയായിട്ടുണ്ടോ, വെളിച്ചമായിട്ടുണ്ടോ? ഉറപ്പായിട്ടും ചേട്ടാ. ഞാൻ ആക്ച്വലി ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ബിജു വെൺമകൽ എന്ന് പറഞ്ഞൊരു കൺട്രോളർ. അപ്പോൾ ചേട്ടൻ തന്നെ എന്താ പറയുക, കുഞ്ഞിൽ തൊട്ട് ചേട്ടൻ പറയുമായിരുന്നു. അതെ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിനക്ക് വന്ന് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ചേട്ടനാണ് ഈ പണി തന്നത് അല്ലേ? ആറമ്മയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ ICICI ബാങ്കിൽ? അല്ല, അതിനൊക്കെ ശേഷം, അതിപ്പോൾ MBAക്ക് ശേഷം. അതെ. അപ്പം കുഞ്ഞിലെ ചേട്ടൻ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. എനിക്കറിയാം. ഞാൻ തന്നെ എനിക്ക് അബദ്ധം പറ്റിയല്ലോ. ശരി. അപ്പം എന്താ പറയുക, ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് എന്തായിരുന്നു പറയണത്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഇങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അന്നേരം എനിക്കിഷ്ടമാണ് ഇതിലേക്ക് വരാനായിട്ട്. കാരണം എൻ്റെ വീട്ടിൽ വൈകുന്നേരം ഒരു 6 മണി തൊട്ട് വീട്ടിൽ എന്താ പറയുക, ഈ ഒരു ഏഷ്യാനെട്ടോ സൂര്യ TV അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാനൽ വെച്ചുകൊണ്ടിരിക്കുമല്ലോ, സീരിയലായിരിക്കുമല്ലോ ഫുൾ ടൈം. പിന്നെ ഒരു 10 മണി വരെ ഫുള്ളും സീരിയലായിരിക്കും.
അപ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ ദേഷ്യം അത്ര ദേഷ്യം ചുമ്മാ ആഹാരം കിട്ടുന്നില്ല. അല്ല അപ്പോൾ നമുക്കും ഒരു ആർക്കായാലും തോന്നുമല്ലോ ഒന്ന് ഞാനാണ് ഇപ്പം ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് കാണുമ്പോൾ ഇപ്പം ഞാനാണ് അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, നമ്മളാണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. അതിനുവേണ്ടി എന്തെങ്കിലും മുൻകൂട്ടി എന്തെങ്കിലും ഡാൻസോ പാട്ടോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ നേരത്തെ? ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ക്ലാസിക്കൽ ഡാൻസാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്? ക്ലാസിക്കൽ ഭരതനാട്യം. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അരങ്ങേറാനായിട്ട് പറ്റിയില്ല. അത് കുറച്ച് അല്ല അത് കുറച്ച് എന്താ പറയുക, കുറച്ച് ഡാൻസ് അറിയത്തില്ലായിരുന്നോ? എന്താണ് ഡാൻസ് ഒക്കെ അറിയാം. പിന്നെന്താ പ്രശ്നം? അത് ഇൻസ്റ്റയിലൊക്കെ എനിക്ക് തോന്നുന്നു സീരിയലിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൂടെ ഫസ്റ്റ് അഭിനയിക്കുന്നല്ലേ, എനിക്ക് അതിന് മുമ്പേ ഫേമസ് ആണ്. ഇൻസ്റ്റയിൽ ഭയങ്കര എന്നെ ആനന്ദം കാണിച്ചു തരുന്നത്, ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലേ, മില്യൺ കണക്കിന് വ്യൂ ഒക്കെ ആണല്ലോ. പിന്നെന്താ പ്രശ്നം പറ്റിയത് എന്ന് വെച്ചാൽ ചേട്ടാ, എനിക്ക് ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ബോൺ ടാലൻറ്റ് എന്നൊക്കെ പറയൂലേ, എന്നെ പൊക്കി പറയണല്ല എന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാനായിട്ട്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഡാൻസറേ അല്ല, മറ്റേ ഹിപ്പ് ഹോപ്പ് അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്, ഇഷ്ടത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിന് എന്താ പറയുക, ഒരു 100% റിസൾട്ട് കിട്ടുന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്കത് ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അതൊന്നും നോക്കണ്ട, നമ്മൾ ജോലി ചെയ്യുക. എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, അങ്ങനെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ഭരതനാട്യം നിർത്തിയെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ഇഷ്ടമില്ലാണ്ട് നിർത്തിയതല്ല, കുറച്ച് വീട്ടിൽ കുറച്ച് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി. അപ്പം അങ്ങനെ ഇപ്പം ആഗ്രഹമുണ്ടോ അത് വീണ്ടും തുടരണം എന്ന് ആഗ്രഹമുണ്ടോ? വയസ്സായില്ലേ? ആർക്ക് വയസ്സായി? എങ്ങനെ വയസ്സായി? ശരി, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ മൂകാംബിക അല്ലേ? എനിക്ക് സൂപ്പർ ഹിറ്റ് ആണ്, സൂര്യ ടി വിയിലെ സൂപ്പർ ഹിറ്റ് സീരിയലാണ് അല്ലേ? ഇപ്പം ഡയറക്ടർ ആരായിരുന്നു? എൻ്റെ ഡയറക്ടർ പേരറിയത്തില്ലേ? അറിയാം. എന്താ പേര്? അജയൻ സാർ. നമ്മുടെ അജയേട്ടൻ. ഞാനിപ്പോൾ നമ്മൾ ചെയ്തിരുന്നു പുള്ളിയായിട്ട്. പിന്നെ ജിയ ചേട്ടൻ മാറിയില്ലേ? അതെ, സാർ മാറി. എങ്ങനെയാ അപ്പോൾ കഥാപാത്രം എന്താണ്? കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ രശ്മി ചേച്ചിയുടെ മോളായിട്ടാണ് ഞാനതിൽ. രശ്മി ഭവൻ ചേച്ചിയുടെ മോളായിട്ടാണ് ഞാൻ ഏതൊക്കെ സീൽ ചെയ്തിട്ടുണ്ടോ എല്ലാം ചേച്ചിയുടെ മോളോ മരുമോളോ ആയിട്ടായിരിക്കും എല്ലാം. രശ്മിക്ക് ആവശ്യം പറഞ്ഞോ. അപ്പോൾ വില്ലത്തി ക്യാരക്ടർ അല്ലേ? അതെ, നെഗറ്റീവ് ആണ്. പ്രധാന വില്ലത്തിയാണോ അതോ? അതായത് കുറച്ച് കുഷ് എന്ന് വെച്ചാൽ ഭയങ്കര നെഗല്ല, എക്സ്ട്രീം നെഗറ്റീവ് ഒന്നും അല്ല, ഒരു ഭയങ്കര സെൽഫിഷ് ആയിട്ട് കുറച്ച് എന്താ പറയുക അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അതെങ്ങനെ വന്നത്? എങ്ങനെയാണ് ആ പ്രോജക്റ്റ്? എനിക്ക് അതിന് മുമ്പ് വേറെ ഏതൊരു പ്രോജക്റ്റിൽ കമ്മിറ്റ് ആയതില്ലായിരുന്നോ ഇതിന് മുമ്പ് തൊട്ട്? അതെ. ഇതിന് ആക്ച്വലി പാരലിയാണ് നടന്നത്. ഞാൻ ഏഷ്യാനെറ്റിൽ ഈ പുഴയും കടന്നുണ്ട് സീരിയൽ. അപ്പോൾ ആ സീരിയലിൽ വന്നിട്ട് കാവേരി എന്നുണ്ട് ക്യാരക്ടർ ഞാനായിരുന്നു. ഞാനായിരുന്നു അതിൽ പൈലറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ടൈമിൽ തന്നെ നമ്മുടെ സൂര്യയിൽ ഈ ഒരു ഇത് വന്നു. സജി ചേട്ടനാണ് എന്നെ ഈ ഒരു ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. അതെ, ചേട്ടനാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇതിൽ എഗ്രിമെൻ്റ് ആയിപ്പോയി. ഈ നമ്മുടെ മൂകാംബികയിൽ. അതെ, അതുകൊണ്ട് മാറേണ്ടി വന്നു. ശരി. പക്ഷേ എനിക്ക് ഈ മൂകാംബികയിൽ പക്ഷേ ഞാൻ സ്നേഹം കണ്ടിട്ടില്ല. സ്നേഹം ഉണ്ട്, ഏതൊക്കെ എപ്പിസോഡിൽ കണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഒരു ഭയങ്കര പ്രാധാന്യം ഇല്ല ചേട്ടാ, അങ്ങനെ അത്ര ഇല്ല. കഥയിലെ പ്രധാന വില്ലത്തിയാണോ? മെയിനായിട്ടല്ല, അല്ലാണ്ട് അതായത് രശ്മി ബോബൻ ചേച്ചിയുടെ മോളാണ്. അതായത് ഞങ്ങളുടെ വീട്ടിലാണ് നായികനെ എൻ്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിക്കാരൻ എടുത്ത് വളർത്തുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ആർക്കും നായികനെ ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം പുള്ളിക്ക്, ഐ മീൻ ആ നായികയ്ക്ക് പോകുമ്പോൾ ആർക്കും ഉണ്ടാവണ ഒരു കുശുമ്പ്, അസൂയ, അങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ട്. ഈ ഷൂട്ട് മൂകാംബികയിലാണോ? ആക്ച്വലി മൂകാംബികയിൽ എടുത്തിട്ടുണ്ട്, ട്രിവാൻഡ്രത്തും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂകാംബികയിലില്ല, കഴിഞ്ഞു, ഷിഫ്റ്റായി, ഫുൾ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ. അതെ. പരസ്പരത്തിലെ കുട്ടിയല്ലേ മെയിൻ നായിക? ഗായത്രി ചേച്ചിയാണ്. ഇപ്പോഴുണ്ട്. ഇടയ്ക്ക് ഫസ്റ്റ് ജിയ ചേട്ടനായിരുന്നു അല്ലേ? അതെ. ഉഗ്രൻ ഡയറക്ടർ കേട്ടോ, സൂപ്പർ ഡയറക്ടർ. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി നഴ്സാണ്. എവിടെ? കിംസ് ഹോസ്പിറ്റലായിരുന്നു, ട്രിവാൻഡ്രം കിംസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ അതിനുശേഷം ചേച്ചി കൺസീവിങ് ഒക്കെ ആയിട്ട് അതിൽ റിസൈൻ ചെയ്തു. ഇപ്പോൾ ചേച്ചി പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാനിലിരിക്കുവാണ്. ചേച്ചിക്ക് ഒരു മോളുണ്ട്, ഇപ്പോൾ 1.5 വയസ്സ്. അച്ഛന് ഈ പറയുന്ന പോലെ വലിയ താല്പര്യമില്ല, മോള് നല്ല പഠിക്കണം, ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അല്ലേ? അച്ഛന് പഠിച്ച രീതിക്ക് പോകാനാണ് താല്പര്യം. ഇപ്പം ഞാനിപ്പോൾ MBA കഴിഞ്ഞു. അപ്പം ആ രീതിക്ക് ഞാൻ MBA കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയതാ. എനിക്ക് ICICI ബാങ്കിൽ ആറുമായിട്ട് കിട്ടിയതാണ്. നമ്മുടെ പത്തനംതിട്ട ബ്രാഞ്ചിലായിരുന്നു. കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ, എനിക്ക് അവിടെ ഒരു മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. കാരണം ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത് ഭയങ്കര എന്താ പറയുക, അയ്യേന്ന് അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എന്താ പറയാനാ, ഒരു ഭയങ്കര ഒരു നെഗറ്റീവായിട്ടുള്ള സാധനം കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ICICI ബാങ്കിൽ കയറുന്നതിന് മുന്നേ ഒരു 1 മന്ത് ബാംഗ്ലൂർ ട്രെയിനിങ്ങിന് പോയതിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവരുടെ വായിക്കണമെല്ലാം കേട്ടിട്ട് അവസാനം ഇവിടെ വന്നിട്ട് കയറുമ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ BM ആണല്ലോ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് കാണുന്ന ബ്രാഞ്ച് മാനേജറിനെ. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ പൊസിഷൻസ് ഒന്നും ഇല്ല, വാക്കൻസീസ് ഒന്നും ഇല്ല എന്ന്. എങ്കിലും സ്നേഹയുടെ ഒരു ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്തെ നമ്പർ 1 ബിസിനസ് സ്കൂളിലാണ് പഠിച്ചത്, ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു 95% എബവ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ട്, അവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ പുറത്താണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്തു തന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അർഹതയില്ലാത്തൊരു സാധനം നമുക്ക് തരുന്നത് പോലെ ഒരു ഫീലാണ് അവർ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ. പിന്നെ അച്ഛനെ വേദനിക്കും, ഒരുപാട് കാശ് മുടക്കി പഠിപ്പിച്ചല്ലേ? ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പഠിച്ചത്. അതെനിക്കറിയാം. കാരണം ഒരു ദിവസം നമ്മൾ ഒരിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഔട്ട്ഡോർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്നേഹ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പം ഡേറ്റ്സുകൾ എത്തിയ പ്രശ്നമായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ അത് ലോണിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് ആനന്ദം പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് സീരിയൽ അപ്പം ഏതാണ്? എനിക്കറിയാം, ചേട്ടനോടല്ലേ ഞാൻ ചെയ്തത്. ഏതാണ്? ശ്യാമാംബരം, നമ്മുടെ രമാദേവി മാം പ്രൊഡ്യൂസ് ചെയ്ത ശ്യാമാംബരം എന്ന സീരിയലാണ് ഫസ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിൽ അശ്വതി എന്ന ക്യാരക്ടറാണ് ചെയ്തത്. ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയ ഒരു സീരിയലാണ് സി കേരളത്തില്ലേ? ഉറപ്പായിട്ട് അതേപോലെ ഒരു ക്യാരക്ടർ എനിക്ക് ഞാൻ ആക്ച്വലി വന്നിട്ട് ഫീൽഡിൽ വന്നിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷേ അതേപോലെ ഒരു ക്യാരക്ടർ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. കൊണ്ടുവന്നത് ബിജു ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പം ആയിരുന്നു കുറേ കോമ്പിനേഷൻ അല്ലേ? കുറേ സീൻസ് ഉണ്ടായിരുന്നു. തുടക്കം സ്റ്റാർട്ടിങ് ഫുള്ളും ചേട്ടനായിട്ടല്ലായിരുന്നു. ചേട്ടനാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് തോന്നുന്നു അയ്യോ എന്ത് സാധനം ഇതെന്ന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പം ഒരുപാട് ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. ഈ പറയുന്ന അത് വേറെ എടുക്കരുത്, രമാദേവി മാഡമാണ്, ഗ്രീൻ TV ആണ് ശരിക്കും പറഞ്ഞാൽ ആ പ്രോജക്റ്റ് ബിജു എണ്ണം വഴി ആ പ്രോജക്റ്റ് സ്നേഹയിലെത്തുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ആ സമയത്ത് സ്നേഹം മാറ്റാൻ വരെ ചില കാരണം അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. മേഡമാണ് ശരിക്കും പറഞ്ഞാൽ അത് ഓക്കെയാണ്, ആ കുട്ടി ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പം പോയി ഇൻ്റർവ്യൂ വന്ന പോലെയാണ്, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അന്ന് മേഡത്തിൻ്റെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്, ബിജുവണ്ണൊക്കെ ഭയങ്കര റിസ്ക് എടുത്താണ് അഭിനയിപ്പിച്ചത്. പക്ഷേ എപ്പോഴെങ്കിലും അവരോട് ആ കമ്പനിയോട് ഒരു നീതി കാണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ, എവിടെങ്കിലും ഈ ഒരു സീരിയലിൻ്റെ പേര് പറയാതെ പറഞ്ഞാൽ എനിക്ക് വേറെ വർക്ക് കിട്ടത്തില്ല, എനിക്ക് ഏജ് തോന്നിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല ചേട്ടാ, അങ്ങനെയല്ല. ഇതിൽ എനിക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലും അല്ല ഞാൻ നിന്നിട്ടുള്ളത്. ഞാൻ MBA പഠിച്ചു, ഒരു കോളേജ്, ഒരു ക്യാമ്പസ്, ആ ഒരു ഇതിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ എങ്ങനെ ആൾക്കാരായിട്ട് സംസാരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം, എങ്ങനെ നടക്കണം, ഒന്നും എനിക്ക് അറിയത്തില്ല. പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോഴും കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഈ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്തൊരു ഇൻഡസ്ട്രിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്കിവിടെ പറ്റിപ്പോയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്യാമാംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമാംബരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രോജക്റ്റ് മാമിൻ്റെ കയ്യിൽ നിന്ന്, ഇപ്പം മാമും ഇത് എന്താ പറയുക മാറിയല്ലോ. അപ്പോൾ അതിനുശേഷം വേറൊരു പ്രൊഡ്യൂസർ വന്നു, മുഹമ്മദ് ആസിഫ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ വന്നു. അപ്പോൾ ആ പ്രൊഡ്യൂസർ വന്ന സമയത്ത് എനിക്കറിയത്തില്ല ചേട്ടാ, ഇത് എന്നെ ദിവസം ഇങ്ങനെ തലേ ദിവസം നമുക്കിപ്പോൾ നെക്സ്റ്റ് ഡേ ഷൂട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വിളിച്ചു പറയും, സ്നേഹ നാളെ ഷൂട്ടുണ്ട്, ഇതാണ് പിക്കപ്പ് ടൈം പറയുന്നു, കാര്യം കഴിയുന്നു, നമ്മൾ ഓക്കെ വെക്കുന്നു. ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യമോ നമുക്കറിയത്തില്ല. മാം മാറിയ കാര്യമോ അല്ലെങ്കിൽ
ഈ പ്രോജക്റ്റിന് എന്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളിങ്ങനെ ഒരാൾ വൈകുന്നേരം വിളിച്ചു പറയുന്നു, നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ ഇറങ്ങി നിൽക്കുന്നു, പിക്കപ്പ് വരുന്നു, പോകുന്നു, ലൊക്കേഷനിൽ പോകുന്നു, അങ്ങനെയല്ലേ. അപ്പോൾ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ കുറേ സംസാരങ്ങൾ ഇങ്ങനെ, അതായത് ഇങ്ങനെ നമ്മുടെ ഇത് മാറിയിട്ടുണ്ട്, പ്രൊഡ്യൂസർ മാം മാറി, ചേട്ടൻ മാറി എന്നൊക്കെ നമ്മൾ അപ്പോഴറിയണം. എല്ലാവരും മാറി എന്നൊക്കെ അവിടെ ഉള്ള ടോക്കിലാണ് നമ്മൾ അറിയുന്നത്. എന്നാലും എന്തോ ഇല്ല, മാമിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉടനെ തന്നെ മാമിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയത്തില്ല ചേട്ടാ. ഞാൻ എന്താ വന്ന വഴി ആണ് ഉറപ്പായിട്ടും വന്നത് എങ്ങനെയാണ്, സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. അതെ ഉറപ്പായിട്ടും ആണ് ചേട്ടാ. പക്ഷെ ഞാൻ ബീച്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബീച്ചറിനെ വിളിച്ചിങ്ങനെ ചോദിച്ചു പറയാൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ബീച്ചറിനെ. എനിക്ക് അടുത്ത വർക്ക് വന്നപ്പോഴും ബീച്ചറിനെ തന്നെയാണ് ഞാൻ ആദ്യം ബീച്ചറിനെയാണ് വിളിച്ചത്. ബീച്ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു അടുത്തൊരു വർക്ക് വന്നപ്പോഴും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്, ബീച്ചേട്ട അപ്പം അന്വേഷിച്ചാണ് എനിക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചേട്ടൻ വഴിയും കൂടെ ആണല്ലോ എനിക്ക് ആ വർക്ക് വന്നതും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ അപ്പോൾ എനിക്ക് അവിടെ പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ആരോട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ചോദിക്കുക, സ്നേഹം അറിഞ്ഞുകൊണ്ട് ഒരു മന്ദബുദ്ധി കളിക്കുന്നതാണോ അല്ല സ്നേഹം, ഞാൻ ചോദിക്കുക, എനിക്ക് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, ഇപ്പം അറിഞ്ഞുകൊണ്ട് മന്ദബുദ്ധിയിൽ പാവം കളിക്കുന്നതാണോ അതോ പാവമാണോ? കാരണം എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. കാരണം ഇത്രയും പക്വതയുള്ള സീരിയലിൽ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. കാരണം നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻസ്റ്റാ ചെക്ക് ചെയ്യുവാണെങ്കിൽ എത്രമാത്രം വീഡിയോ, എന്ത് വ്യൂ ആണെന്ന് അറിയുമോ? ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു ബാങ്കിലൊക്കെ ജോലിക്ക് ആയ കുട്ടിയാണ് അല്ലേ, അത്രയും എന്താ ചെന്നൈയിലൊക്കെ പഠിച്ചൊരു കുട്ടിക്ക് എന്തുകൊണ്ട് ആൾക്കാരോട് സംസാരിക്കാൻ അറിയില്ല, എന്തുകൊണ്ട് മനസ്സിലാക്കാൻ അറിയില്ല പല കാര്യങ്ങളും? അല്ല ചേട്ടാ, നമ്മളിപ്പം പഠിച്ചെങ്കിലും അവിടെ എന്ന് വെച്ചെങ്കിൽ നമ്മൾ ബുക്കിലുള്ളത് പഠിക്കുന്നു, എക്സാം എഴുതുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ നമ്മൾ ആൾക്കാരെ ഡീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഇത് ഡീലിംഗ് അല്ലല്ലോ, നമ്മളൊരു ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ജോലിയോട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഞാനിപ്പോൾ 25 വർഷമായി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വന്നു, എനിക്കൊന്ന് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, തെറ്റിദ്ധാരണ മാറണം. ഇപ്പോൾ സ്നേഹയെക്കുറിച്ച്, സ്നേഹം എത്ര വർഷമായി ഫീൽഡ് വന്നിട്ട്? 2 വർഷം ചേട്ടാ. 2 വർഷമായിട്ടുള്ളൂ? 2.5 ആയിട്ടുണ്ടോ? ശ്യാമാമ്പരം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. 2023 ഞാൻ പാസ് ഔട്ടായി, 24ലാണ് ഞാൻ ശ്യാമാമ്പരത്തിൽ കയറുന്നത്, 26 ആയില്ലേ. 2 വർഷമാണ്. 2000 പ്രശ്നങ്ങളാണ് സ്നേഹയുടെ പറയുള്ളത് ചേട്ടാ. എനിക്ക് ഈ പ്രശ്നങ്ങൾ വന്നതൊന്നും ശ്യാമാമ്പരത്തിൽ നിന്നോ മാമിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും അല്ല. കാരണം ഒരു കമ്പനി സ്നേഹം വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ സ്നേഹം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി പിന്നെ സ്നേഹം വിളിക്കില്ല. കാരണം ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 4-5 സീരിയൽ കേട്ടിട്ടുണ്ടല്ലേ, പക്ഷേ പല സെറ്റുകളിൽ നിന്നും കേൾക്കുന്നത് നെഗറ്റീവ് അഭിപ്രായമാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇപ്പം നമുക്കറിയാവുന്ന പലയിടത്തും നമ്മൾ പറയുമ്പം നമുക്കറിയത്തില്ല, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം, എവിടെ നിന്നാണ് തെറ്റിപ്പോയതെല്ലാം? ചേട്ടാ, ഞാൻ ശ്യാമാമ്പരം ചെയ്തതിന് ശേഷം ഒരു സീരിയൽ ഞാൻ ചെയ്തു. ഏതാണ്? അപൂർവ രാഗം എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ അപൂർവ രാഗം എന്ന് പറഞ്ഞൊരു സീരിയൽ ഞാൻ ചെയ്തു. അതിൻ്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് ആസിഫ് ആയിരുന്നു, അതായത് ശ്യാമാമ്പരത്തിൻ്റെ സെക്കൻഡ് പ്രൊഡ്യൂസർ ആയിരുന്നു. ഇതിൻ്റെ സോറി, ആദ്യം പ്രവീൺ സാറായിരുന്നു. സാറിൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിനുശേഷമാണ് ഈ പുള്ളിക്കാരൻ ഇത് ഏറ്റെടുത്തത്, അതായത് മുഹമ്മദ് ആസിഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പ്രൊഡ്യൂസറാണ്. സാർ ഇടിച്ചെടുത്തത്. അപ്പോൾ കൺട്രോളർ വന്നിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അസീം ആയിരുന്നു. അപ്പോൾ ഇതിൽ പറ്റിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സീരിയല് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്യാരക്ടറായിരുന്നു. എനിക്ക് മാക്സിമം എന്നെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. ശ്രീകുമാർ ഡയറക്ടർ അല്ലേ? സാർ, അതെ ശ്രീകുമാർ സാറായിരുന്നു ശ്യാമാമ്പരത്തിലും ഇതിലും. നല്ല ഡയറക്ടർ. അതെ നല്ല കംഫർട്ടബിൾ ആണ് സാർ. നല്ല സുഹൃത്തുവാ. അതെ. അപ്പം ഈ ഒരു സീരിയലിൽ നിന്നാണ് ചേട്ടൻ ഈ പറഞ്ഞ ഈ 2000 പ്രശ്നങ്ങൾ, 2000 ആയിരിക്കും, ഇപ്പം 4000 പ്രശ്നങ്ങൾ കാണും ചേട്ടാ. പക്ഷെ എല്ലാം വന്നത് ഈ ഒരു ഒറ്റ സീരിയലിൽ നിന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ, നമുക്കിപ്പം നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ? തീർച്ചയായിട്ടും. വർക്ക് ചെയ്താൽ മാത്രം പോലെ, നമുക്ക് പേയ്മെൻറ്റും കൂടെ വേണ്ടേ ചേട്ടാ? അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അസീം ചേട്ടനുണ്ട്. പുള്ളിക്കാരനോട് നമ്മൾ പേയ്മെൻറ്റ് ഞാൻ ചോദിച്ചു. ഞാൻ മാത്രമല്ല, അവിടെ എന്തോരം പേർക്ക് ഇപ്പോഴും കിട്ടാനുണ്ട്, എന്തോരം പൈസ കിട്ടാനുണ്ടെന്നറിയോ. പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പേയ്മെൻറ്റ് കിട്ടില്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. കാരണം 2 മാസം ചേട്ടാ പേയ്മെൻറ്റ് കിട്ടിയിട്ട് 2 മാസം പേയ്മെൻറ്റ് തന്നില്ല. നമ്മളെ കാര്യം, വീട്ടിലെ കാര്യമൊക്കെ നമുക്ക് നോക്കണ്ടേ? അപ്പം പേയ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ വേറെ ആൾ നമുക്ക് കാസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. അത് ശരിയാണോ ചേട്ടാ? അല്ല.
അത് ശരിയല്ല ചേട്ടാ. കാരണം നമ്മൾ ചെയ്ത വർക്കിൻ്റെ പൈസയാണ് ചോദിക്കണം, ഒരിക്കലും കടം ചോദിക്കുന്നതല്ല. കടം ചോദിക്കുമ്പോഴാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യണേ. അങ്ങനെയല്ല, നമ്മൾ ചെയ്ത വർക്കിൻ്റെ പൈസയാണ് ചോദിക്കണേ. അപ്പം നമ്മൾ മാറ്റുക എന്ന് പറയുമ്പം അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഉടനെ അടുത്തടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമെങ്കിൽ മാറ്റിയാൽ നമുക്ക് വേറൊരാളെ വെക്കാം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചാനലിൽ ഒരു ചേച്ചിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം അറിഞ്ഞു കാണും ഞാനായിരിക്കും ഇത് പറഞ്ഞത് എന്ന് പുള്ളിക്കാരൻ അറിഞ്ഞു കാണും. അപ്പം ഈ പുള്ളിക്കാരൻ ചിലപ്പോൾ എന്താ പറയുക, പ്രശ്നമായി കാണും, കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞു തരുവാണ്, ഞങ്ങൾക്ക് ഇനി പേയ്മെൻറ്റ് കിട്ടില്ലെങ്കിൽ വരത്തില്ല എന്ന്. നല്ല ഹിറ്റാണ് സീരിയൽ, നല്ല കഥ. അതും റീമേക്ക് അല്ലായിരുന്നു, ഒറിജിനലായിരുന്നു സ്റ്റോറി. അപ്പോൾ ഞങ്ങളിനി വരത്തില്ല എന്ന് പറഞ്ഞു. അത് പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ടില്ല, കൺട്രോളർക്ക് ഇഷ്ടപ്പെട്ടില്ല. പേയ്മെൻറ്റ് ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും ചേട്ടാ വർക്ക് ചെയ്യും അങ്ങനെ? ഇല്ല, ഞാൻ ചോദിച്ചാണ്, എനിക്ക് അറിയണമല്ലോ, എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. എനിക്ക് ഇന്ന് ഇപ്പം കിട്ടാനുള്ളത് 80,000 രൂപയാണ് അവിടെ നിന്ന് കിട്ടാനുള്ളത്. ഈ ആസിഫിൻ്റെ, മുഹമ്മദ് ആസിഫ് പ്രൊഡ്യൂസർ സാറിൻ്റെ നിന്ന് കിട്ടാനുള്ളത് 80,000 രൂപയാണ്. എനിക്ക് 80,000 ഉള്ളൂ. എന്നുവെച്ചാൽ ഒരിക്കലും 80,000 എന്നുള്ള ചെറിയ എമൗണ്ടേ അല്ല. പക്ഷെ എനിക്ക് 80,000 ആണെങ്കിൽ എനിക്ക് മുകളിലുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇന്ന് 2-3 ലക്ഷങ്ങളാണ് കിട്ടാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞ് നമ്മളെ പറ്റി ഓരോന്ന് പറയും, അത് സർക്കുലേറ്റ് ചെയ്ത് വേറൊരാളിലേക്ക് എത്തും, റൂമറായിട്ട് സ്പ്രെഡായി റൂമർ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അങ്ങനെ പഞ്ചാഗ്നിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം ടൈമിലാണ് ഞാൻ പഞ്ചാഗ്നി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രണ്ടും പാരലാണ്. അതായത് രണ്ട് ഡിഫറെൻറ്റ് ഡേറ്റ്സ് ആണ്. 1 to 15 16 to 30 രണ്ട് ഡേറ്റ് ആണ്. 1 to 15 നമ്മുടെ അപൂർവ രാഗവും 16 to 30 പഞ്ചാഗ്നിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പഞ്ചാഗ്നിയിൽ ഞാൻ മെയിൻ നെഗറ്റീവായിരുന്നു. വൈഷ്ണവി ചേച്ചിയോടൊപ്പം തന്നെ നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതെ ചേച്ചിയുടെ കൂടൊപ്പമുള്ള നല്ലൊരു നെഗറ്റീവ് വെച്ചാൽ കട്ടയ്ക്ക് നിൽക്കുന്ന കാറില്ല, ആ ഒരു നെഗറ്റീവൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് അവിടെ നിന്ന് വെച്ചാൽ ഡേറ്റ് ഇഷ്യൂ ആണ്. അതായത് ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതായത് അപൂർവ രാഗം സീരിയലിൽ 1 to 15 ആണെങ്കിലും ഇവിടേക്ക് എന്താ പറയുക, ബാക്കപ്പ് ഇല്ല, പേയ്മെൻറ്റും ഇല്ല, ബാക്കപ്പും ഇല്ല. എന്ന് വെച്ചാൽ ഇവർ എന്താ ഈ ഷൂട്ടുണ്ടല്ലോ, ഷൂട്ടിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പം അടുത്ത അവരുടെ ഇതാവും, ഡേറ്റ് ആവും. അപ്പം അങ്ങനെ പ്രശ്നമായതാണ് ചേട്ടാ. ഡേറ്റിന്റെ ഇഷ്യൂസ് ആണ് അവിടെ ഉണ്ടായത്. അപൂർവരാഗത്തിന് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ ആരും വരുന്നില്ല, കാരണം പേയ്മെൻറ്റ് ഇവർ കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ കുറേ ബ്രേക്ക് ആവുന്നു. പിന്നെ സീരിയൽ നിർത്തേണ്ട അവസ്ഥയിൽ പോയി. പിന്നെയും അത് ഒരു മാസം ഫുള്ളും നമ്മൾ സീരിയൽ നിർത്തി വെച്ചേക്കായിരുന്നു ഒരിടയ്ക്ക്. പിന്നെ ഉറപ്പായിട്ടും അതിനുശേഷം പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ എടുത്തിട്ട് പിന്നെ ചാനൽ ഓക്കെ പറഞ്ഞ് പിന്നെയും അത് റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് നന്നായിട്ട് പോയി. പിന്നെയും ഇതേ കണക്ക് ഫണ്ടില്ല പ്രൊഡ്യൂസർക്ക് കൊടുക്കാനായിട്ട് ആർട്ടിസ്റ്റുകൾക്ക്. അപ്പം ഫണ്ടില്ലാണ്ട് ആരും വരില്ല. അതായത് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ടിയും കാര്യങ്ങളൊന്നും ഇല്ല, എന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് എനിക്ക്. പക്ഷേ എറണാകുളം അങ്ങനെ വരുന്ന എന്തോ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ അനുഭവം സ്നേഹയ്ക്ക് മാത്രമുള്ള അതോ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡേറ്റിന്റെ പ്രശ്നങ്ങൾ? ഉറപ്പായിട്ട് അപൂർവരാഗത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഡേറ്റ് ഇഷ്യൂസ് ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി അതായത് ഇപ്പം അപൂർവരാഗത്തിൽ നിന്ന് പേയ്മെൻറ്റ് വരുന്നില്ല. സോ ആ ഒരു ഡേറ്റിൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോ ആർട്ടിസ്റ്റ് എല്ലാവരും ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ വേറെ ഷൂട്ട്സ്, ഇപ്പോൾ സീരിയൽ അല്ലാണ്ട് ചേട്ടാ വേറെ ഷൂട്ട്സ്, ആഡ് ഷൂട്ട്സ്, പ്രൊമോ ഷൂട്ട്സ് അങ്ങനത്തെയൊക്കെ ഷൂട്ടിൽ പിടിക്കും. അപ്പോൾ അതിലേക്ക് പോകും. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ ഉറപ്പായിട്ട് അവർ ഡേറ്റ് വേറെ കൊടുക്കും, കാരണം ഇവിടെ നിന്ന് ഫണ്ട് ഇല്ല. അപ്പോൾ എല്ലാവർക്കും ജീവിക്കണ്ടേ ചേട്ടാ. ഓക്കെ, അതാണ് ശരിക്കും ആ ഒരു ഇഷ്യൂ ആണ്. ആ ഒരു പ്രോജക്റ്റിനകത്തുള്ള ആൾക്കാരാണ് ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയത് അല്ലേ? മുകാംബിയിലൊക്കെ പക്കയാ, സെറ്റാണ്, എല്ലാം പക്കയാണ് കേട്ടോ, എല്ലാം നല്ല ടീമാണ്. നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ചെറിയ പിണക്കങ്ങളുണ്ടെങ്കിലും ആ പിണക്കങ്ങൾ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് തീർക്കണം അല്ലേ? ഈ ഒരു ഫീൽഡിൽ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പോകുന്നതായിരിക്കും. തുടക്കമല്ലേ, 2 വർഷമായിട്ടുള്ളൂ. നന്നായിട്ട് ഒരുപാട് വർക്കുകൾ, ഒരുപാട് കഥാപാത്രം ചെയ്യാൻ അവസരമുള്ള കുട്ടിയായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. നന്നായി അഭിനയിക്കുന്ന കുട്ടിയാണ്. ഇഷ്ടമാണ് ചേട്ടാ ചെയ്യാനായിട്ട്. പക്ഷെ വീട്ടിനകത്ത് എല്ലാവർക്കും ഒരിക്കൽ ക്ഷാമാവരം നടക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പം ആനന്ദം ബിജുവണ്ണും കൂടി ഒരാളുടെ മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഇങ്ങനെ. അപ്പോൾ ഞാൻ ഷോർട്ട് കഴിഞ്ഞ് ഞാൻ ചെന്ന ശേഷം എന്തോ ഇവർ സംസാരം. അപ്പം ഞാൻ ഇത് കേട്ടോണ്ടിരുന്നിട്ട് സ്നേഹയുടെ പേരെന്ന് എനിക്കൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈം
എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ് എന്തോ ഇത്രയും പഠിച്ച കുട്ടിയാണ്, അവൾക്ക് വർക്ക്. അപ്പം ഞാൻ പറഞ്ഞു പഠിച്ച പിള്ളേരാണെങ്കിൽ അവർ വല്ല ജോലി ചെയ്താൽ പോരെ, എന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് നല്ല ഇത്രയും പഠിച്ച കുട്ടിയില്ലേ, ആ കുട്ടിക്ക് ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെന്ന് ഞാൻ പറഞ്ഞു. ഈ മനുഷ്യൻ്റെ എനിക്ക് ആരും അറിയില്ല. അപ്പോൾ ആണെന്ത് കൈയുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, മുഖം കൊണ്ട് കാണിക്കുന്നുണ്ട്, ബീച്ചേട്ടൻ അങ്ങോട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കഴിവറ സ്നേഹയുടെ അച്ഛനായിരുന്നു. വീട്ടിൽ വന്നിട്ടാണ് ഞാൻ അറിഞ്ഞത്. പ്രശ്നങ്ങളായില്ലേ? ചേട്ടൻ അവിടെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞ വെച്ചാൽ അവിടെ നല്ലൊരു സീനായിട്ടുള്ള ചേട്ടൻ, പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ചേട്ടൻ പണ്ടോട്ടേ ഈ ഇൻഡസ്ട്രിയിലുള്ളതല്ലേ. അന്നേരം വീട്ടിൽ അച്ഛൻ വന്ന് പറഞ്ഞു വെച്ചാൽ ഇത്രയും സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ആദ്യം ഇങ്ങനെ ഒന്ന് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം കാണുമല്ലോ എന്നൊക്കെ. നമ്മൾ എപ്പോഴും പറയും ജോലി ഉണ്ടെങ്കിൽ ജോലി ഉപേക്ഷിക്കരുത്, പഠിത്തം അത് ഉപേക്ഷിക്കരുത് പറയാറുണ്ട്. കാരണം അതിൻ്റെയൊക്കെ അനുഭവം നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതൊക്കെ നമുക്കൊക്കെ അറിയാം. അതിൽ തിരിച്ചു കയറാൻ പോലും ഓരോന്നും കേൾക്കുമ്പോൾ അറിയാൻ ചേട്ടാ. തീർച്ചയായിട്ടും കൂളാവും. അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് തീർച്ചയായിട്ടും നമ്മൾ അച്ഛനെ അമ്മയും കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണ് നിറയും. അങ്ങനെ തന്നെയാണ്. അല്ല എന്നെ ഞാൻ ഒരിക്കലും അച്ഛൻ്റെ കുറ്റം പറഞ്ഞില്ല. കാരണം ഏതൊരു അച്ഛനും ആഗ്രഹിക്കണമായിരിക്കും മക്കൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോകണമെന്നുള്ളത് ആഗ്രഹിക്കണമായിരിക്കും. എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയാണ്. അമ്മയും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, ചേട്ടനാണ്. ശ്യാമാമ്പരത്തിൽ ഫസ്റ്റ് ലുക്ക് ടെസ്റ്റ് വന്നപ്പോൾ എന്നെ കൊണ്ടുവിട്ടതൊക്കെ ചേട്ടനാണ്. കൊച്ചു ഫാമിലി. നിങ്ങൾ പക്ക ട്രിവാൻഡ്രംകാരാണോ അതോ? ഞങ്ങൾ ട്രിവാൻഡ്രം. ഈ സാധാരണ ഈ പുതിയ കുട്ടികളെന്നൊക്കെ വെച്ചാൽ അത്യാവശ്യം ശരീരമൊക്കെ സൂക്ഷിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതൊന്നുമില്ലല്ലേ? നല്ല ലൊക്കേഷൻ കണ്ടിട്ട് നല്ല ഫുഡാണ്. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എവിടെ പോകുന്നത്? ഹോട്ടലിലാണ് പോയിട്ട് വരും. ഫുഡൊക്കെ നിയന്ത്രിച്ചൂടെ? വലിയ വണ്ണമൊന്നുമില്ലെങ്കിലും ഞാൻ ചോദിക്കുക. പോവാറുണ്ട്, ജിമ്മിലൊക്കെ പോകും, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും. ജിമ്മിൽ പോയി ഉറങ്ങാനല്ലേ പോകുന്നത്? അല്ല പോവും, ഇടയ്ക്കിടയ്ക്ക് മാവേലി പോലെ പോകും. ഈ ഫീൽഡിൽ ഏറ്റവും അടുപ്പമുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ്? നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഈ ഫീൽഡിൽ അങ്ങനെ ഫ്രണ്ട്സായിട്ട് പറയാനായിട്ട് അങ്ങനെ ഇല്ല ആരും. ആദ്യം പറഞ്ഞ രശ്മി ബോബൻ ചേച്ചി നല്ല കമ്പനിയാണ്. ചേച്ചി നല്ല കമ്പനിയാണ്. അങ്ങനെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ ചേച്ചി, കാരണം ഞാൻ ചെയ്ത എല്ലാ സീലും ചേച്ചിയുണ്ട്. ഉണ്ട്. ഭക്തയാണോ? ഈശ്വരവിശ്വാസം ചുമ്മാ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടം ദൈവം ഏതാണ്? ഭഗവാൻ ഏതാണ്? ശിവൻ, മഹാദേവനാണ്. കല്യാണം, പ്രണയം പറഞ്ഞോ, അറിയട്ടെ. ആരാണ് പ്രണയം ഉണ്ടോ? എന്താ പേര്? ശരി, പോട്ടെ, പറയണ്ട. ഏറ്റവും കൂടുതൽ ചെയ്തത് ശരിക്കും വില്ലത്തി വേഷങ്ങളാണ്, നെഗറ്റീവ് റോൾസ് അല്ലേ? അതെ, ഞാൻ ആദ്യം ചെയ്തത് പോസിറ്റീവാണ്. അതിനുശേഷം ശരിക്കും ശ്യാമാമ്പരത്തിലൊരു കൊച്ചു വില്ലത്തിയാണ്. കാരണം ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ? പാവമാണ്, പക്ഷെ എന്നാലും കൊച്ചു തുടക്കത്തിൽ നമ്മൾ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. എനിക്കൊന്ന് ഭയങ്കര ആ കഥാപാത്രം ഭയങ്കര ഒരു ട്രാക്കിൽ ഏറ്റവും ഹിറ്റായൊരു അശ്വതി ക്യാരക്ടർ അല്ലേ? അത് കഴിഞ്ഞാൽ പോലും അതും വില്ലത്തിയാണ്, ജീവിതത്തിൽ വില്ലത്തിയാണ്. പോസിറ്റീവ് ആയിരുന്നു. പിന്നെ പഞ്ചാഗ്നി വില്ലത്തി, അത് കഴിഞ്ഞിട്ട് അമ്മയും വില്ലത്തിയാണ്. ജീവിതത്തിൽ എങ്ങനെയാണ്? വില്ലത്തിയാണോ? കള്ളം പറയരുത്. അത് പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾക്ക് പോകണ്ടേ? ആണോ? നമ്മളിപ്പോൾ ഒരു വേഷം ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ചെയ്ത് നന്നായിരുന്നു തന്നെ, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? അടുത്തിടയ്ക്ക് തോന്നിയതാണ്? അങ്ങനെ എടുത്ത് പറയണില്ല, അല്ലാണ്ട് ഞാൻ പറയാം. ഇപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയാം, എനിക്ക് ഹീറോയിൻ റോൾസൊക്കെ ചില ഹീറോയിൻസിനെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു, കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. അങ്ങനെയുള്ള ശ്രമം നടത്താറുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഒരിക്കലും എനിക്കൊരു സീൻ കയ്യിൽ തരുമ്പോൾ സാർ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിന് ഈ രീതിക്ക് നമുക്ക് ചെയ്യാം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിക്ക് അങ്ങ് അറ്റം പോയിട്ട് ഞാൻ അത് ചെയ്യും, എന്തായാലും ഞാൻ ചെയ്യും. അല്ല, നന്നായിട്ട് അഭിനയിക്കും. വിശ്വസിച്ച്. ഈ മലയാളം അല്ലാതെ സ്നേഹ അന്യ തമിഴോ തെലുങ്കോ വല്ല ട്രൈ ചെയ്തിട്ടുണ്ടോ? അവസരം വന്നിട്ടുണ്ടോ? ആണോ? എന്താ? തമിഴിൽ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഏട്ടാ, പക്ഷെ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഞാൻ ഒരു ഓഡീഷന് പോയതാണ്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇടയ്ക്ക് ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ എന്തോ ആയി വിളിച്ചു, റെമ്യൂണറേഷനൊക്കെ പറഞ്ഞു, പോവാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചീത്ത വിളിച്ചിട്ടല്ലേ പോയത്? നിന്നെ കൊണ്ട് പോയത് കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ അറിഞ്ഞത്. എൻ്റെ ഒന്നും ഒരു സീരിയൽ നമുക്ക് വേണ്ട, ഞാൻ ഇനി പോവടാ, എൻ്റെ പിടി അവിടെയാണ് പറഞ്ഞിട്ടല്ലേ പോയത്.
മനസ്സിൽ വിചാരിക്കും ഞാൻ. മനസ്സിൽ വിചാരിക്കും. ഓക്കെ, അത് നടന്നില്ല അല്ലേ? വരുന്നുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. ഇടയ്ക്ക് ഒരു സിനിമ വന്നില്ലായിരുന്നു? ഞാൻ ഇടയ്ക്ക് ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്. ചെയ്തിരുന്നു അല്ലേ? അത് റിലീസായോ? ഇല്ല. കഴിഞ്ഞതേ ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ആയിരുന്നു ചെയ്ത. പക്ഷേ റിലീസ് ആയിട്ടില്ല ഇതുവരേക്കും. ഉടനെ ഉണ്ടാവും. എനിക്ക് അറിഞ്ഞൂടാ. ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ സിനിമ. പഠിത്തം ഇപ്പം എന്തെങ്കിലും കണ്ടിന്യൂ എനിക്ക് PhD ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതും ഇനി ലോൺ എടുക്കാൻ വയ്യ. ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അടയ്ക്കാൻ ഇപ്പം പാടുപെട്ടോണ്ടിരിക്കുകയാണ്. ശരിയാവും. അപ്പം അങ്ങനെ ഒന്നെങ്കിൽ സ്കോളർഷിപ്പ് വേണം, ഇല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഏറ്റവും കടപ്പാടായിട്ടാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ അറിയാം ഒരുപാട് സഹായിച്ച ആൾക്കാരൊക്കെ ഇല്ലേ, ഏറ്റവും കടപ്പാട് ആരൊക്കെയാണ്? എനിക്ക് ഒന്ന് നമ്മുടെ രമാദേവി മാം കാരണമാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നത്. ബിജു ചേട്ടൻ പറഞ്ഞിട്ടാണ് മാം എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ബിജു ചേട്ടനോട് എനിക്ക് കടപ്പാടുണ്ട്, മാമിനോടും കടപ്പാടുണ്ട്. പിന്നെ എന്നെ അഭിനയം പഠിപ്പിച്ച വേറൊരാളും കൂടെ ഉണ്ട്. ഞാനെങ്കിൽ തൊട്ട് കാണിക്കട്ടെ. ആദ്യം ചേട്ടനോട് പഠിപ്പിച്ചല്ലാതെ ഇരിക്കും പറഞ്ഞാൽ എനിക്കിത് കഴിഞ്ഞ് വീട്ടിൽ പോകണം. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഡയലോഗും പിടിച്ചുകൊണ്ട് എത്രയോ നേരം നിൽക്കും ഇവനെ കരച്ചിലും. നമുക്ക് വീട്ടിൽ പോകണ്ടേ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ എന്ന് കൈയും കാലും പിടിച്ച് ഇന്ന് ഓർമ്മയാണ് ഭാഷണം എടുക്കുമ്പോഴത്തേക്കും കണ്ണുകൊണ്ട് കാണിക്കും, തല കുനിക്കേ വേറൊന്നും അല്ലെന്ന്. എങ്ങനെയും പോകണ്ട നമുക്ക് കഴിഞ്ഞിട്ട്. ഇതിപ്പം ഡയറക്ടർക്കും ഭ്രാന്തായി, പാവം മേഡം എല്ലാ ശവളും ഓക്കെ അവൾ ഓക്കെ. ചേട്ടൻ ആദ്യം വന്നോണ്ട് ചേട്ടൻ അറിയത്തില്ല അത്. ഞാൻ ആദ്യം സെറ്റിൽ വന്നോടനെ ഇല്ല അല്ല ആദ്യം ഞാൻ വന്നോണ്ടേ ചോദിക്കണമെന്ന് അറിയോ, പിന്നെ ആദ്യം ചേട്ടനായിട്ട് സീനുണ്ടോന്നാണ്. ആ ഒരു വലിയ ഓർമ്മയല്ലേ ശാംബരം അല്ലേ? പിന്നെ മോഹൻ സാറാണ് വർക്ക് ചെയ്തിട്ടില്ലേ? സാറായിട്ട് വർക്കിയിട്ടുണ്ട്. സാറായിരുന്നല്ലോ അവിടെ ഫസ്റ്റ് ഡയറക്ടർ, സാറായിരുന്നല്ലോ ചോദിച്ചത്. എനിക്ക് മറക്കാൻ പറ്റൂല സാറിന്. നല്ല ഡയറക്ടർ സാർ. അച്ഛൻ ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം ജോലി എന്താ? അച്ഛൻ കോൺട്രാക്ടറാണ്. ഇന്റീരിയർ ഡിസൈനിങ്ങും അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്യുന്നത്. ഇൻസ്റ്റയിൽ സജീവമല്ലേ? ആണ്, എനിക്കറിയാം സജീവമാണ്. അതുവഴിയൊക്കെ എന്തെങ്കിലും പ്രപ്പോസലൊക്കെ വരാറുണ്ടോ? ഇല്ല ചേട്ടാ, ചുമ്മാ കള്ളം പറയരുത്. സത്യം ചേട്ടാ, ഇത്രയും കാണാൻ സുന്ദരിയായ കൊച്ചിനെ വരുന്നെന്ന് വെച്ചാ? ഇല്ല ചേട്ടാ, വരാറില്ല എനിക്ക്. ആണോ? എനിക്ക് ഇന്ന് അവർക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് സ്നേഹം എനിക്ക് ഇഷ്ടമാണെന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പേടിച്ചിട്ടായിരിക്കും. ഇല്ല സത്യമായിട്ടും. അതിലൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നേ, ഞാൻ ഫേസ് അല്ലാണ്ട് ഇരിക്കുമ്പം എന്റെ ഫേസ് ഭയങ്കര ഒരു ഗൗരഭാവം. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്റെ ഫേസ് എന്ത് ഇങ്ങനെ ഇരിക്കണേന്ന് മൂദേവിയെ പോലെ എപ്പോഴും മേക്കപ്പ് സെറ്റ് ഇരിക്കുമ്പോഴും ഒരു വല്ലാതെ ആകെ ആ മുഖത്ത് ഒരു സന്തോഷം കാണുന്നത് പേയ്മെന്റ് വരുന്ന ദിവസവും ഫുഡിന്റെ സമയത്തുമാണ്. ഭയങ്കര ഹാപ്പിയാണ് ഈ മുഖത്ത്. അയ്യോ അങ്ങനെയല്ല എന്റെ ഫേസ് എന്ന് വെച്ചാൽ ചേട്ടാ എന്താ പറയാ, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കാര്യം എനിക്ക് സ്നേഹയോട് ചോദിക്കും, സ്നേഹയോട് ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരായിട്ടും. ഈ സ്നേഹയ്ക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടിയാണോ അല്ലേ? അതെന്താ? അത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും സ്നേഹ വർക്ക് ചെയ്യുമ്പോഴാണ് പോലും സ്നേഹം നന്നായി അഭിനയിക്കുന്ന കുട്ടിയാണ്. തുടക്കത്തിൽ വന്ന ഒരാളല്ല, പിന്നീട് അങ്ങോട്ട് നന്നായി ചെയ്തിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നന്നായി ചെയ്തു, പക്ഷേ കോൺഫിഡൻസ് ഇല്ല, ഒരു സ്വന്തമായിട്ടൊരു വിശ്വാസമില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതെന്താ സംഭവം? എന്താണ്? ആരെങ്കിലും എൻ്റെ ഇടയ്ക്ക് നിൽപ്പണോ? അല്ല പ്രണയം വല്ലതും ഉണ്ടോ? സത്യം പറയണം. അതുണ്ട്, പക്ഷെ അതുണ്ടോ? അത് പറയാ. അതാ ഇതിൽ മെയിൻ വിഷയം. ഇനി അതാ അല്ല അതുണ്ട്, പക്ഷെ ആരത്? ഒരാളെന്താ ഇനി വേറെ ഉണ്ടോ? പറഞ്ഞ കുഴപ്പമില്ല, റിക്വസ്റ്റ് കിട്ടോ കേട്ടാ. എത്ര പേരുണ്ട്? ആരെല്ലാം പറ്റിച്ചിട്ടുണ്ട്? ഞാനോ? ഞാൻ പറ്റിച്ചിട്ടില്ല. അന്ന് ആലോചിച്ചത് ആലോചിച്ച് നോക്കിയതാ. എന്നെ പറ്റിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ടായിരിക്കും ആള്. കാരണം വെച്ചാല് പല ഈ വീഡിയോക്കകത്തും ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ കണ്ടിരിക്കുന്നത്. രക്ഷപ്പെട്ടായിരിക്കും കണ്ടിരിക്കുന്നത്. ചിലവാ അതുകൊണ്ടാണോ? ഞാൻ നല്ല ഫുഡ് കഴിക്കും. എനിക്കറിയാം. ഓക്കെ. പക്ഷെ ഞാൻ ചോദിക്കുവാണ്, കല്യാണം എന്തെങ്കിലും? കല്യാണം ആയില്ല. വിളിക്കൂ ഞങ്ങളൊക്കെ? ഉറപ്പായിട്ടും ഞങ്ങളൊക്കെ. എന്നെ വിളിക്കും? എല്ലാവരെയും വിളിക്കും. എന്നെ വിളിക്കുന്നുണ്ട്? എല്ലാവരെയും വിളിക്കും. അച്ഛൻ ഇപ്പം ഹാപ്പിയാണോ? അച്ഛൻ ഇപ്പം ഇല്ല. കാരണം ചേട്ടാ എനിക്ക് മൂകാംബികയുടെ ഡേറ്റ് ഭയങ്കര കുറവാ. അത് വരും. അപ്പം പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴേ ഇപ്പം മോള് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിൽ ഇൻഡസ്ട്രിയിൽ ഇറങ്ങി, പക്ഷെ അതിൽ നിന്നൊരു ഇത് കിട്ടുന്നില്ല, അവൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ
2 ദിവസം വർക്കിന് പോകണു, ബാക്കി 27 ദിവസം വീട്ടിലിരിക്കണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആർക്കായാലും ഒരു വിഷമം വരില്ല ചേട്ടാ. തീർച്ചയായിട്ടും. അച്ഛനമ്മയല്ലേ. കൊളാബൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. സാമ്പത്തിക ഗുണങ്ങളോ വല്ലതും ഉണ്ടോ? അതുണ്ട്. ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റയിലും കുറെ ഉണ്ടല്ലോ അല്ലേ? ഇൻസ്റ്റയിൽ നമുക്ക് പേയ്മെന്റ് ഇല്ല ചേട്ടാ. ലൈക്ക് ഈ ഇല്ല, ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാമിന് ഐ മീൻ പേയ്മെന്റ് ഇല്ല. ഓഹോ. പിന്നെ ഇപ്പം മറ്റേ സബ്സ്ക്രിപ്ഷൻസ് ആണല്ലോ. അത് ചെയ്യത് രേണുസുതിയൊക്കെ ചെയ്യട്ടെ, ഞാൻ ചെയ്യല്ലോ. പ്രതീക്ഷ പോയി. ചേട്ടന് ഞാൻ വേറെ അക്കൗണ്ട് അയച്ചു തരാം. ഓക്കെ. പക്ഷേ വേണ്ട, ഞാൻ ഒരുപാട് മാറി ഇപ്പം. എനിക്ക് ഇപ്പം സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. എനിക്ക് ഒന്നും വേണ്ട. അപ്പം കോൺഫിഡൻസോടെ കേട്ടോ, നമുക്കെല്ലാം വരും. നമുക്ക് ഇപ്പം ഒരു വർക്ക് ചെയ്ത് അതിനകത്തൊരു പരാജയം ഉണ്ടായി അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ സ്നേഹ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനി ഒരു വർക്ക് സ്നേഹം തന്നു കഴിഞ്ഞാൽ ആ കമ്പനി അടുത്ത വർക്ക് ചെയ്യുമ്പം വിളിക്കണം. നമ്മൾ ഒന്നിലും ഇടപെടാൻ പോകരുത്. അറിഞ്ഞുകൊണ്ടല്ലായിരിക്കും. ഇപ്പം നമ്മൾ പണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ ഗ്രൂപ്പായിട്ടിരിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു സംസാരിക്കാനൊക്കെ. ഒരു പ്രശ്നം വരുമ്പോൾ ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് അവർക്കൊക്കെ പണിയാണ്. എനിക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത്. കാരണം അത് എൻ്റെ അനുഭവങ്ങളാണ്. നമ്മൾ കഴിവതും നമുക്കൊരു വർക്ക് കിട്ടിയാൽ ഞാൻ പറയും, ഒരുപാട് പേര് നല്ല കഴിവുള്ള നല്ല മിടുക്കരായ പിള്ളേർ അവർ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നത്. ആ ഭാഗ്യം നമ്മൾ നല്ലോണം മുതലാക്കുക, നല്ലോണം അഭിനയിക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, മറ്റുള്ളവരിൽ ഒന്നും ഇടപെടാൻ നിൽക്കില്ല. ഇടപെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ സ്നേഹയെക്കുറിച്ച് ഉള്ളതുകൊണ്ടാണ്. സ്നേഹ പറഞ്ഞ കുറേ കാര്യം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് പോയി പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരിക്കും ചില ആൾക്കാർ പണി തരുന്നത്. ഇപ്പം നമ്മൾ ഈ 2 വാക്കാണ്, പ്രശ്നക്കാരൻ കുഴപ്പക്കാരൻ, അല്ലെങ്കിൽ പ്രശ്നക്കാരി കുഴപ്പക്കാരി. അവർക്കിത് സുഖമാണ്, അത് കഴിയുമ്പോൾ നമ്മളിത് കഷ്ടപ്പെടും അല്ലേ. നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ് കേൾക്കത്തുമില്ല, ഫോൺ എടുക്കത്തുമില്ല. അപ്പം നമുക്ക് ഈ ചില വർക്ക് കിട്ടുമ്പം നമ്മൾ നന്നായി ചെയ്യുക, നല്ല ബന്ധം ഉണ്ടാക്കുക, നമ്മളെല്ലാവരോടൊരു എന്താ പറയുക ആത്മാർത്ഥമായിട്ട് പോവുക മുന്നോട്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സന്തോഷങ്ങളും പുതിയ വർക്കുകളും അച്ഛന് നല്ല സന്തോഷം കൊടുക്കാൻ സ്നേഹിക്ക് സാധിക്കട്ടെ. അപ്പം നിർത്താം അല്ലേ? എനിക്ക് മതിയായി. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഓക്കെ ആണോ? ഹാപ്പിയാണോ? മിടിക്കായിട്ട് പോവുന്നേ. ശരി. അപ്പോൾ ഇനി അങ്ങോട്ട് എക്സസൈസൊക്കെ ചെയ്ത് നല്ല മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. നല്ല കോൺഫിഡൻസോട് കൂടി കേട്ടോ. ടെൻഷനൊന്നും വേണ്ട, എല്ലാം ശരിയാവും. അച്ഛനോടും പറഞ്ഞാൽ എല്ലാം ശരിയാവും കേട്ടോ. അങ്ങനെ ഒരു നമുക്ക് അയ്യോ എനിക്ക് കഥാപാത്രം ഡേറ്റ് കുറഞ്ഞു പോയി, ഇതൊന്നും വേണ്ട, നമുക്ക് വരും. ദൈവം നമ്മളല്ല എത്രയോ പേരാണ് ഇല്ലേ ഒരു മുഖം കാണിക്കാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം സ്നേഹ നല്ല കുട്ടിയാണ്. സ്നേഹയ്ക്ക് നല്ല അവസരങ്ങൾ കൊണ്ടുവന്നിരിക്കും. അപ്പം സ്നേഹയ്ക്ക് നല്ല വർക്കുകൾ വരട്ടെ, നല്ല അവസരങ്ങൾ, നല്ല കമ്പനിയുടെ വർക്ക് വരട്ടെ. സ്നേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഒരു നടിയാവാൻ ഞാനും പ്രാർത്ഥിക്കാം. 100% ഞാൻ സംഭവിക്കും കേട്ടോ. താങ്ക്സ് ചേട്ടാ. ഓക്കെ.